നമസ്കാരം. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ഗണേഷ്കുമാറിന്റെ തള്ളുകളും യാഥാർത്ഥ്യവും അതാണ് ഈ വീഡിയോയിൽ ഒന്ന് പറയാൻ പോകുന്നത്. തള്ളുകളെന്ന് ഞാൻ പറയുന്നത് മനഃപൂർവ്വമാണ്. ഫേസ്ബുക്ക് പേജിൽ വന്ന് എന്തോരം തള്ളാണ് തള്ളിവിടുന്നതെന്ന് അറിയാം. മൂന്നാറിലെ ഡബിൾ ഡക്കർ വണ്ടി, പിന്നെ വേറെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, പിന്നെ വലിയ സെറ്റപ്പ് വണ്ടിയാണ് പോകുന്നത്, ലക്ഷറി ബസ് വരാൻ പോകുന്നുണ്ട്, ഫ്ലൈറ്റിനേക്കാൾ സെറ്റപ്പായി പോകാൻ പറ്റുന്ന രീതിയിൽ മെച്ചപ്പെട്ട സർവീസ് കൊടുക്കാൻ പോകുന്നു, ആന ചെയ്യാൻ പോകുന്നു, തേങ്ങ ചെയ്യാൻ പോകുന്നു. ഇവിടെ ജനം അനുഭവിക്കുന്നത് എന്താണ്? ജനം അനുഭവിക്കുന്നത് ഓരോ ദിവസവും വീഡിയോകൾ വരുന്നുണ്ട്, അനുഭവങ്ങൾ. എന്താ സംഭവം എന്നറിയോ? വല്ല ലക്ഷറി ബസ്സുകൾ ബുക്ക് ചെയ്യും, അതായത് ആ സ്വിഫ്റ്റ് ബസ് അല്ലെങ്കിൽ AC ബസ്, ലോ ഫ്ലോർ ബസ്സുകളൊക്കെ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്നത് കട്ട സീറ്റുള്ള മരത്തടി സീറ്റ് വെച്ചിട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ്. എന്നാൽ പൈസ കുറച്ച് കൊടുക്കും, അതൊന്നുമില്ല. ആ പൈസക്ക് ഇതിൽ പോകണം. KSRTC നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊള്ളയടിക്കണോ? സൂപ്പർ ഫാസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലെ അതിന്റെ പൈസ എടുത്ത് സൗകര്യമുള്ള പോകുമല്ലോ, അല്ലാത്ത വേറെ വണ്ടി പോകുമല്ലോ. ഇത് നല്ല മെച്ചപ്പെട്ട സൗകര്യം തരാം, AC സൗകര്യം തരാമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഇമാതിരി പൈസ വാങ്ങിയിട്ട് പിന്നെ അവരതിൽ സൂപ്പർ ഫാസ്റ്റ് പൊക്കണമെന്ന് പറയുന്ന രീതിയിലുള്ള ധാർഷ്ട്യങ്ങൾ കുറെ ആയി കാണാൻ തുടങ്ങിയിട്ട്. ഇത് KSRTC മന്ത്രി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടതായിട്ട് ഒരു വാർത്ത എവിടെയും കണ്ടില്ല. ഇനി ഇടപെടാഞ്ഞിട്ടാണോ മാധ്യമങ്ങൾ കൊടുക്കാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. ഇടപെടാത്തതാവാനാണ് സാധ്യത. കാരണം മീഡിയകൾ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിലും ഗതാഗത വകുപ്പ് മന്ത്രി സോഷ്യൽ മീഡിയയിലൂടെ തള്ളിയനെ ആ തള്ളല് കേട്ടില്ല. ഇത് ഇന്ന് നടന്ന സംഭവം, ചടയമംഗലത്ത് നിന്ന് 10-38 ആൾക്കാരുമായിട്ട് ഒരു ഗവി ടൂർ, ഒരു KSRTCന്റെ ചടഞ്ഞ ബസ്സിൽ, 10 പൈസക്കില്ലാത്തൊരു ബസ്സിൽ യാത്ര പോകുന്നു. ഏതാണ്ട് 10-65 കിലോമീറ്റർ പോയിട്ട് അങ്ങാമൂഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് 10-20 കിലോമീറ്റർ ഉള്ളിലാണ്, കാടിന്റെ ഉള്ളിലാണ്. ഒരു ആള് മനുഷ്യനും ഇല്ല, ഒരു തുള്ളി വെള്ളം കിട്ടില്ല, ഒന്നും കിട്ടില്ല. അവിടെ എത്തിയപ്പോൾ നമ്മുടെ KSRTC ബസ് ചത്ത്. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഡിപ്പോയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അടുത്ത ബസ് വീണ്ടും പുറപ്പെടണം. കാര്യം ഇത്രയും ദൂരം സഞ്ചരിച്ച് അവിടെ എത്തുമ്പോൾ നേരം വെളുക്കും, ഈ കാട്ടിൻ്റെ ഉള്ളിൽ എത്തുമ്പോൾ. അങ്ങനെ 11:30 ആ സമയത്ത് വിളിച്ചു പറഞ്ഞു. ഒരു 12:15 അടുത്ത വണ്ടി പറഞ്ഞു വിട്ടു. ആ വണ്ടി വഴി കിടന്നു. അതായത് ഇത്തരം ടൂർ പാക്കേജുകൾക്ക് കൊടുക്കുന്ന വണ്ടികളൊക്കെ 10 പൈസ ഇല്ലാത്ത വണ്ടിയാണ്. വണ്ടി വഴി കിടക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ ആ വണ്ടിയിൽ ഒരു ടൂർ പാക്കേജ് ആണെന്നും അതിൽ അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ, അത്യാവശ്യമുള്ള ഫുഡ്, വനത്തിലോ എവിടെയെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കഴിക്കാനുള്ള ബ്രെഡോ അത് വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഒന്ന് കരുതണ്ടേ. കാര്യം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നു പോകേണ്ടി വരുമല്ലോ. അങ്ങനെ ഒന്നും കരുതാതെ പോയ വണ്ടി 10-20 കിലോമീറ്റർ കാടിന്റെ ഉള്ളിൽ കുടുങ്ങി കഴിഞ്ഞപ്പോൾ അതിൽ കുടുംബവും കുട്ടികളും മുഴുവനുണ്ട്. ഒരു തുള്ളി വെള്ളമില്ലാതെ ഒന്നുമില്ലാതെ മണിക്കൂറുകളായിട്ട് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുക, അവിടെ പോന്നിട്ടില്ല. എന്നാൽ ഇതേ KSRTCയിൽ ഉത്തരവാദിത്തമുള്ളൊരു മന്ത്രിയും അല്ലെങ്കിൽ ഒരു സംവിധാനമായിരുന്നുണ്ടെങ്കിൽ 35 കിലോമീറ്റർ അപ്പുറത്ത് ഭക്ഷണമുണ്ട്. അതായത് ഇവർ ഗവിയിലേക്ക് പോകുമ്പോൾ അവിടെ 35 കിലോമീറ്റർ ചെല്ലുമ്പോൾ അവിടെ ഭക്ഷണം ഒരുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഭക്ഷണവും വെള്ളവും ഇവിടെ എത്തിച്ചു കൊടുത്തൂടെ? വണ്ടിയല്ലേ ഓടാതുള്ളൂ. ഏതെങ്കിലും വണ്ടി, അതായത് നമ്മളൊരു സർവീസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ സർവീസ് വഴിക്ക് മുടങ്ങിയാൽ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ആ വണ്ടിയിൽ കയറിയിട്ടുള്ള പാസഞ്ചേഴ്സ് നമ്മുടെ കസ്റ്റമേഴ്സാണ്. ആ കസ്റ്റമേഴ്സിന് നമുക്ക് നഷ്ടം വന്നാലും എന്ത് വന്നാലും അവർക്ക് ഭക്ഷണവും വെള്ളവും കാര്യങ്ങളും എല്ലാം എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ചെയ്തു കൊടുക്കണ്ടേ? അത് ചെയ്തു കൊടുത്തില്ല KSRTC. ഇത്തരം ടൂർ പാക്കേജുകൾക്ക് നല്ല വണ്ടി, നല്ല കണ്ടീഷനുള്ള വണ്ടി കൊടുത്തു വിടണം. അതിനൊരു മുടന്ത ന്യായം കൂടി. ഇത്തരത്തിൽ മെക്കാനിക്കൽ കംപ്ലൈന്റ് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്ന് പറയാൻ പറ്റും. ആരാ പറഞ്ഞ് പറയാൻ പറ്റില്ല എന്നുള്ളത്? ഇത്തരം ടൂർ പാക്കേജുകൾക്ക് നല്ല കണ്ടീഷനുള്ള പുതിയ വണ്ടിയാണ് കൊടുത്തു വിടേണ്ടത്. അല്ലാതെ ഓടി തഴമ്പിച്ച് കട്ടപ്പുറത്തായിട്ടുള്ള പഴയ വണ്ടി എടുത്ത് ടൂർ പാക്കേജ് എന്ന് പറഞ്ഞ് വിടല്ല. ഇവിടെ അതാണ് ചെയ്തേക്കുന്ന. വണ്ടി കാണുമ്പോൾ അതാണ് മനസ്സിലാകുന്നത്. ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഒരു വീഡിയോയിൽ കണ്ടത്, പിന്നെ പുറത്തിറക്കാൻ പാടില്ലാത്തൊരു വണ്ടി ഓടിച്ചത്. RC ക്യാൻസൽ, ഇൻഷൂർ ഇല്ല, ടാക്സ് ഇല്ല, യാതൊന്നുമില്ല, ഒരു തേങ്ങാപ്പിണ്ണാക്കും ഇല്ല. ഡിപ്പോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ കെട്ടിവലിക്കാനുള്ള ബേക്കുള്ള കൊടുത്തു വെക്കുന്ന സാധനം ബേക്കിലുണ്ട്. അതായത് വണ്ടി ഡിപ്പോന്റെ ഉള്ളിൽ പുറത്തേക്ക് പോകാതെ കെട്ടിവലിക്കാനായി ഉപയോഗിച്ചിരുന്ന ആ വണ്ടി പുറത്തേക്ക് ഇട്ടിട്ട് ആളെ കയറ്റാൻ വിട്ടിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡ്രൈവറുടെ കുടുംബം വിൽക്കേണ്ടി വരൂലേ? ഇത്തരത്തിലുള്ള ഒരു പാക്കേജിൽ KSRTCയെ വിശ്വസിച്ച് പോകുന്ന ആ ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള ഒരു അത്യാവശ്യ കാര്യങ്ങളും അതിനകത്ത് ഒരുക്കിയിട്ടില്ല. വെള്ളം പോലും ഒരുക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ ഇവർക്ക് സ്വന്തം നിലയിൽ ഈ KSRTC പണ്ടാരടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പോരാന്ന് വെച്ചാൽ വണ്ടിയും വെള്ളം ഇല്ലാത്ത സ്ഥലമാണ്. കാടിന്റെ ഉള്ളിലാണ്, 20 കിലോമീറ്റർ കാടിന്റെ ഉള്ളിലാണ്. ഒന്നും പറ്റാത്തൊരവസ്ഥ. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ഏത് നിമിഷം ഉണ്ടാവും. KSRTC അല്ലേ, പഴയ വണ്ടിയല്ലേ, അപ്പൊ ഏത് നിമിഷവും ഉണ്ടാകാമെന്നുകൊണ്ട് തൽക്കാലം അവർക്ക് കഴിഞ്ഞു പോകാനുള്ള, ഒരു പകലെങ്കിലും കഴിഞ്ഞു പോകാനുള്ള ഡ്രൈ ഫ്രൂട്ട്സോ ഭക്ഷണമോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കരുതണ്ടേ? അതൊരു എമർജൻസി ഫുഡ് കരുതണ്ടേ? അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും അവർ കരുതുന്നുണ്ടാവും. പക്ഷെ ഇത്തരത്തിൽ കിടന്നാൽ എന്ത് ചെയ്യും? അല്ലാതെ അങ്ങാമൊഴിയും കഴിഞ്ഞ് അങ്ങ് ഗവിയിലെത്തുമ്പോൾ അവിടെ ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി ശരിയാക്കാനായിട്ട് കാത്തുന്ന എത്ര കാലം കാത്തുക്കുന്ന? ഇപ്പോൾ ഒരു വണ്ടി കേടുവന്നു,
അതിലുള്ള ആൾക്കാർ തിരിച്ചു കൊണ്ടുവരാൻ പോയ അടുത്ത വണ്ടിയും കേട് വന്നു. ഇനി മൂന്നാമത്തെ വണ്ടി വിടുമായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അവസാനമായിട്ട് എനിക്ക് കിട്ടിയ ഒരു വിവരം എന്ന് പറഞ്ഞാൽ, ഇവിടെ മെക്കാനിക്കുമായിട്ട് വണ്ടി പോയിട്ടുണ്ട്. അവിടെ ചെന്ന് ഈ വണ്ടി തിരികെ അവിടെ കൊണ്ടുവരും. അതായത് അവരുടെ ദിവസം കുളമാക്കി, ടൂറും കുളമാക്കി, എല്ലാം കുളമാക്കി. ഫണ്ട് റീഫണ്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആലോചിക്കാന്നാണ് പറഞ്ഞത്. അതായത് ജനങ്ങളുടെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് മാർഗങ്ങൾ കണ്ടെത്തുന്ന ഒരു മന്ത്രിയാണ് ഇവിടെ ഉള്ളത്. പാക്കേജുകളൊക്കെ ഉണ്ടാക്കും, പല രീതികൾ പലതും സെറ്റ് ചെയ്യും. പക്ഷെ അതിനൊക്കെ ഉത്തരവാദിത്വമില്ല. അതുപോലെ അതിലുള്ളവർക്ക് യാതൊരു സെക്യൂരിറ്റി ഇല്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള ആ സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല. എന്തിന് യാത്രാ വാഹനങ്ങളിൽ പോലും AC ബസ് എന്നുള്ള ടിക്കറ്റ് ഫെയറും വാങ്ങി വെച്ചുകൊണ്ട് സൂപ്പർ ഫാസ്റ്റ് കൊടുക്കുന്ന ഒരു സംവിധാനത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തള്ളിവിടുമ്പോൾ ഇതൊക്കെ പറയാതിരുന്ന ഒരു മോശമാവൂലേ? ഏതായാലും ആങ്ങാമണിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവരുടെ അവധിക്കാലം ആഘോഷിക്കാൻ പോയ ആ പാവം സാധുക്കൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാതെ മടങ്ങി വരട്ടെ എന്ന് ആശംസിക്കുന്നു. Different angles. Don't forget to subscribe and support this channel.